നമസ്കാരം. ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ പെറ്റുകളെ കണ്ടല്ലോ, അവരുടെ നേരത്തെ ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്ന് ഞങ്ങളുടെ രാവിലത്തെ ദിവസം ആരംഭിക്കുന്നത്. ഒരുത്തൻ ദേ അതിനകത്ത് ഇരിപ്പുണ്ട്. അവൻ ഭയങ്കര മടിയൻ. അവൻ ഇപ്പോഴൊന്നും ഇറങ്ങത്തില്ല. അതേ കണ്ടോ. ഇനിയിപ്പോൾ അവർക്ക് രാവിലെ ഒരു വീടിന് ചുറ്റും ഒരു ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് വരും ഭക്ഷണം കഴിക്കാനായിട്ട്. അവർക്ക് ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ ഭക്ഷണത്തിലേക്ക് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് രാവിലെ അപ്പവും മുട്ടക്കറി ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാം മാവെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഇപ്പം വീട്ടുകാർ ഇപ്പം അരിഞ്ഞെല്ലാം റെഡിയാക്കും. എന്നാൽ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അപ്പം അതിനുകൊണ്ട് വേണ്ടതെല്ലാം റെഡിയാക്കിക്കും. മറ്റേ മുട്ടക്കറിക്ക് വേണ്ടുന്ന മുട്ടയെല്ലാം പുഴുങ്ങാൻ ഇട്ടിട്ടില്ലേ? എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അരിഞ്ഞാൽ മതിയല്ലോ. അപ്പം ഞാൻ അരിയാൻ പോവാം. അപ്പോൾ അത് അരിഞ്ഞ് റെഡിയാക്കിയിട്ട് അടുപ്പേ വെച്ചിട്ട് പുറത്തെന്താ പരിപാടിയില്ലേ? എനിക്ക് പുറത്തൊരു കല്ലുരുക്കി പോയി പറിക്കണം. അത് കല്ലുരുക്കി പറിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നല്ലതാണ്. തീ കുറച്ചിട്ടേ അത് തീ കുറച്ച് വെച്ചേര്. കാരണം നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് വീടിന് ചുറ്റുമുള്ള നമ്മുടെ കുഴിയാനയാണ്. കല്ലുരുക്കി പറിക്കണ്ടേ? ഞാൻ പറിക്കാൻ പോവാ. കിഡ്നി സ്റ്റോണിന് നല്ലതായത്. ദേ കണ്ടോ, നമ്മൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് നല്ലതാണ്. ഭയങ്കര ആയുർവേദ മരുന്നാണ് കേട്ടോ, നല്ല മരുന്നാണ്. ആർക്കെങ്കിലും കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി. ഉച്ചക്കത്തേക്ക് ഒരു ഓമയ്ക്കായും കൂടി പറിക്കാം. ഉച്ചക്കത്തേക്കുള്ള ഓമയ്ക്കോടെ പറിച്ച് അത് നമുക്ക് തോരൻ വെക്കാം. അത് പറിക്കണ്ട മറ്റേ ചെറുതെടുക്കാം. അതെടുത്ത് നമുക്ക് തോരൻ വെക്കുകയോ മെഴുക്ക് പുരട്ടി വെക്കുകയോ ചെയ്യാം. നമുക്ക് നല്ലത്. നമ്മുടെ പറമ്പിലേ അല്ലേ, മറ്റേ കൃത്രിമോ വളമോ ഒന്നുമില്ലല്ലോ. ഒരാൾ ഇവിടെ കിടന്ന് വിശ്രമിക്കുവാണല്ലോ. അവൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ പുള്ളിയുടെ പരിപാടി ഇതൊക്കെ തന്നെ. രണ്ടുപേരും ഓട്ടവും ചാട്ടവും രാവിലെ. ഇപ്പോൾ അവന് ഭയങ്കര കുസൃതിയാണ്. ഇപ്പോൾ നോക്കണത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അത് മൊത്തം കയറ് മൊത്തം വലിച്ചു പറിച്ച് അവൻ പൊട്ടിച്ച് ഭയങ്കര വഴക്കാളിയാവും. എന്തോ കണ്ടോ, രാവിലെ ഇവർ കുറേ നേരം വെളിയിൽ കിടന്ന് കളിച്ചിട്ടേ പിന്നെ അകത്ത് കയറത്തുള്ളൂ. എന്തോ കണ്ടില്ലേ, പുരയ്ക്കകത്തോട്ട് കയറുന്നതിന് കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ മിറ്റമാണ്. ഇത് നമ്മൾ വെട്ടുകല്ല് വെച്ചാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തുള്ളത് ഭാരതപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന ചരലാണ്, ഒറ്റപ്പാലത്തു നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ വേറെ ഇൻ്റർലോക്കോ കാര്യങ്ങളോ ഒന്നും വീട്ടിലോ പരിസരത്തോ ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എല്ലാം നാച്ചുറലായിട്ടുള്ളതാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. കരിവേപ്പില പറിച്ചോണ്ട് വരട്ടെ. കരിവേപ്പില ഇപ്പം പറിച്ചോ. ഇപ്പം നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിനൂടെ ഒന്ന് തുരിശടിക്കണം. ഇന്നാളെ അതിന് തുരിശടിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ തുരിശടിക്കാഞ്ഞതുകൊണ്ട് ഇപ്പം പറിക്കാം. അടുപ്പം ഇരിക്കുന്നതായി കാണും. ഞാൻ പോയി നോക്കട്ടെ. അരപ്പൊക്കെ ചേർക്കണ്ടേ? അത് തേങ്ങ തിരുമിയായിരുന്നല്ലോ അല്ലേ? തേങ്ങ തിരുമി ഇനി അരയ്ക്കണ്ടേ, അതിൻ്റെ പാലൊക്കെ ചേർക്കണ്ടേ. ഇത് ഞങ്ങളുടെ മാവ് ഒത്തിരി മാങ്ങ ഉണ്ടായി, പക്ഷേ ഒരെണ്ണമേ പിടിച്ചുള്ളൂ. ഇത് തേങ്ങ അരച്ചോ. ഇനി എളുപ്പമാ. അതിനിപ്പോൾ അടുപ്പിലോട്ട് വെച്ച് ചൂടാക്കിയാൽ മതിയല്ലോ. ചൂടാക്കി ചായയും കൂടെ ആയിട്ട് അപ്പം കൂടെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ചെറിയ തീയിലിരുന്ന് വെന്താൽ മതിയല്ലോ. തേങ്ങാപ്പാൽ ചേർത്തയല്ലേ. വെളിയിൽ എവിടെ പോകണമെന്നല്ലേ പറഞ്ഞേ? എനിക്ക് പോകണം. അതെന്തോ ഇപ്പം ഇട്ടേ ഇട്ട പൊടി എന്തോ അത്? പെരിഞ്ചീരക പൊടി. അതാ അതിൻ്റെ രുചി ഉണ്ടാക്കുന്നല്ലേ? പെരിഞ്ചീരകം ഇടണം. തേങ്ങാപ്പാലും പിന്നെ മുളക് പൊടി നമ്മൾ ചേർക്കത്തില്ല. പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകും തേങ്ങാപ്പാലും പ്രധാനമല്ലേ? എനിക്ക് അക്ഷയയിലൊന്ന് പോകണം. അക്ഷയയിൽ പോയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകാനുണ്ട്. അത് നന്നായി. അതിനകത്ത് ചേർക്കുന്ന ചേരുവയൊക്കെ പറഞ്ഞത്. അപ്പം കൂടെ ചുട്ടാൽ മതിയല്ലോ. നമുക്ക് 5-6 അപ്പം പോരെ? ഞങ്ങൾ രണ്ടുപേരെ ഉള്ളതുകൊണ്ട് നമുക്ക് 5-6 അപ്പം മതിയല്ലോ. അപ്പോൾ അതിപ്പം എളുപ്പമാകും. ഇപ്പം ചായയോടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചിട്ട് ഞാൻ പോയിട്ട് അപ്പോഴത്തേന് പിന്നെ ഇതിന് ഉച്ചക്കത്തേക്കുള്ള തൊലിയൊക്കെ കിടക്കാമല്ലോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതിനകത്ത് ഷൂട്ട് ചെയ്തതിനകത്തൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരണം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്ക് വേണം, കമൻറ്റ് വേണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പം ഈ വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ടാറ്റാ, ബൈ.